Hi, so this is Super 30. ഇത് നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസ് പ്ലേലിസ്റ്റിലുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം, എന്നാലേ എൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കുള്ളൂ കേട്ടോ. വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ലെറ്റ്സ് ഡു ഇറ്റ്. An ideal cell of EMF 10 volt is connected in circuit shown in figure. ഈ കാണുന്ന സർക്യൂട്ടിൽ നമ്മൾ എന്ത് ചെയ്തു? 10 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി കണക്ട് ചെയ്തു. ഇനി ഈച്ച് റെസിസ്റ്റൻസ് ഈസ് 2 ഓം. ഇതിൽ ഓരോ റെസിസ്റ്റൻസും എത്രയാണ്? 2 ഓം റെസിസ്റ്റൻസുകളാണ്. ഇനി ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. The potential difference across the capacitor when it is fully charged. ഈ കപ്പാസിറ്റർ ഫുള്ളി ചാർജ്ഡ് ആകുമ്പോൾ ഇതിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കോൺസെപ്റ്റുകൾ ശ്രദ്ധിക്കുക. ഇത് വി ബി ആണെന്ന് എടുത്തു, ഇത് വി എ ആണെന്ന് എടുത്തു. സോ വി ബി മൈനസ് വി എ, അതാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇതാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, കപ്പാസിറ്റർ ഫുള്ളി ചാർജ്ഡ് ആകുമ്പോൾ അതിൽ കൂടെയുള്ള കറണ്ട് എത്രയായിരിക്കും? 0 ആയിരിക്കും. അതായത് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യില്ല? കറണ്ട് ഒഴുകില്ല. കറണ്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ കണക്ഷൻ വരുന്ന ഈ ഒരു ഭാഗത്തൂടെ എന്ത് ചെയ്യില്ല? കറണ്ട് ഒഴുകില്ല. കറണ്ട് ഒഴുകില്ലെങ്കിൽ അതിനർത്ഥം എന്താ? ഇവിടുത്തെ പൊട്ടൻഷ്യൽ വി എ ആണെങ്കിൽ ഇവിടുത്തെ പൊട്ടൻഷ്യൽ വി എ ആയിരിക്കും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആണ്. വി എ മൈനസ് വി എ 0. പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആകുമ്പോഴല്ല കറണ്ട് ഒഴുകാതിരിക്കുക. അപ്പോൾ ഇത് വി എ ആണെങ്കിൽ ഇത് വി എ ആണെന്നുള്ള കാര്യമാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കോൺസെപ്റ്റ്. ക്ലിയർ? ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കൂടെ കറണ്ടേ ഒഴുകണില്ല, ഇതിൽ കൂടെ കറണ്ട് ഒഴുകുന്നില്ല. ഇതിൽ കൂടെ കറണ്ട് ഒഴുകുന്നില്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തിന് ഒരു വയർ പോലെ കൺസിഡർ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഒഴിവാക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? ബാക്കി സർക്യൂട്ട് മാത്രം വരയ്ക്കാം. ബാക്കി സർക്യൂട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ R1 വരച്ചു, അത് 2 ഓം ആണ്. പിന്നെ എന്ത് ചെയ്തു? R2 വരച്ചു, 2 ഓം ആണ്. പിന്നെ ഇവിടെ ഒരു R3 വരച്ചു, അത് 2 ഓം ആണ്. പിന്നെ R4 വരച്ചു, അത് 2 ഓം ആണ്. പിന്നെ എന്ത് ചെയ്തു? ബാറ്ററി വരച്ചു 10 വോൾട്ട്. ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്തു? ഇവിടെ ഉള്ളവരെ ഒഴിവാക്കി. കാരണം ഇതിൽ കൂടെ കറണ്ട് ഇല്ലടാ, അതുകൊണ്ട് അത് ഒഴിവാക്കി. ഫുള്ളി ചാർജ് ആകുമ്പോൾ ഇതിൽ കൂടെ എന്ത് ചെയ്യില്ല? കറണ്ട് ഒഴുകില്ല. ക്ലിയർ? നമുക്ക് എന്ത് ഇതിൻ്റെ എഫക്റ്റീവ് കണ്ടുപിടിക്കാം. 2 4. ഈ 4 2 പാരലാണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ സർക്യൂട്ട് ഇങ്ങോട്ട് വരയ്ക്കട്ടെ. 2 ഈ 2 കൂടെ ചേർന്ന് 4 വരച്ചു. പിന്നെ താഴത്തുന്നുണ്ട് ഒരു 2 ഉണ്ട്. പിന്നെ ഇവിടെ എന്തുണ്ട്? വേറൊരു 2 ഉണ്ട് അല്ലേ? ശരി. ഇനി ഇവിടെ 10 വോൾട്ട് ബാറ്ററി. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടെ പാരലൽ അല്ലേ? ഇൻ്റർ റിസൾട്ടൻ്റ് എത്രയായിരിക്കും? ഇൻ്റർ റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 × 2/4 + 2, അതായത് 8/6 ആയിരിക്കും. 8/6 എന്ന് പറയുമ്പോൾ 4/3 അല്ലേ? ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ 4/3. അതിൻ്റെ ഒപ്പം എന്തുണ്ട്? ഒരു 2 കൂടി ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്രയായിരിക്കും? ടോട്ടൽ പറ. ഇത് രണ്ടും കൂടെ 4/3 + 2 സീരീസ് അല്ലേ? 4/3 + 2 ആയിരിക്കുന്നത് അല്ലേ? താഴെ 10 വോൾട്ടിൻ്റെ ബാറ്ററി. അപ്പോൾ ഇത് എത്രയാണെന്ന് പറഞ്ഞേ? 4 ഇത് എത്രയാടാ? 6 + 10/3 ആണ് എന്ത്? ടോട്ടൽ റെസിസ്റ്റൻസ്. ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ടോട്ടൽ എത്രയാടാ? 10/3. അപ്പോൾ നമുക്ക് ഇത് ഉപയോഗിച്ച് കറണ്ട് കണ്ടുപിടിച്ചാലോ? ഇവിടെ നിന്ന് പോകുന്ന കറണ്ട് എത്രയായിരിക്കും? കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ്. വോൾട്ടേജ് 10, റെസിസ്റ്റൻസ് 10/3. അപ്പോൾ ഇത് ക്യാൻസലായി. കറണ്ട് എത്ര? 3. സാർ ഇവിടെ നിന്ന് എത്ര കറണ്ട് പോകുന്നുണ്ട്? 3 ആംപിയർ കറണ്ട് പോകുന്നുണ്ട്. ഈ കറണ്ട് ഇവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യും? കുറച്ച് ഇതിൽ കൂടെ പോവും. I1 ഇതിൽ കൂടെ പോവും, I2 ഇതിൽ കൂടെ പോവും. ശരിയല്ലേ? സാർ I1 എങ്ങനെ കണ്ടുപിടിക്കുക? അതിന് വല്ല വഴിയുണ്ടോ? I1 കണ്ടുപിടിക്കാൻ നമുക്ക് കറണ്ട് ഡിവൈഡർ റൂൾ ഉപയോഗിക്കാം. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് കേട്ടോ, ശ്രദ്ധിക്കാം. അപ്പോൾ I1 കണ്ടുപിടിക്കാനായിട്ട് കറണ്ട് ഡിവൈഡർ റൂൾ അതെങ്ങനെയാണ് സാർ ഉപയോഗിക്കുക? ശ്രദ്ധിക്കാം. നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ല കേട്ടോ. ഇത് നമ്മൾ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് ഇവിടെ വരച്ചിട്ടില്ലേ? ഇത് 3 ആണ്. ഇതിൽ കൂടെ പോകുന്നത് I1 അല്ലേ? I1 ഇതിൽ കൂടെ പോകുന്നുണ്ടല്ലേ? ഇതിൽ കൂടെ പോവുക. അപ്പോൾ ഇത് നമുക്ക് 4 ആക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. 2 4 ഇവിടേക്ക് നോക്കാം. ഇത് I2 അല്ലേ? സോ I1 കണ്ടുപിടിക്കാനുള്ള വഴി ഇതാണ്. താഴത്തെ റെസിസ്റ്റൻസ്, അവിടെ 2 റെസിസ്റ്ററുകളുള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യും? കറണ്ട് ഡിവൈഡർ റൂൾ ഉപയോഗിച്ച് അതിലെ കറണ്ട് കണ്ടുപിടിക്കാം. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. I1 കണ്ടുപിടിക്കാൻ നമ്മൾ താഴത്തെ റെസിസ്റ്റൻസ് ആദ്യം എഴുതുക. താഴത്തെ റെസിസ്റ്റൻസ് 2 ഡിവൈഡഡ് ബൈ ഈ 2 റെസിസ്റ്ററുകളുടെയും സം എഴുതുക. 4 + 2 വെറുതെ ആഡ് ചെയ്താൽ മതി കേട്ടോ. 2 കൂടെ ആഡ് ചെയ്യുമ്പോൾ 6 ഇൻറ്റു ടോട്ടൽ കറണ്ട്, പോണ കറണ്ട് 3. ഇതാണ് കറണ്ട് ഡിവൈഡർ റൂൾ. കണ്ടോ? ക്ലിയർ? I1 കണ്ടുപിടിക്കാൻ അതിൻ്റെ താഴത്തുള്ള റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ഇൻറ്റു ടോട്ടൽ കറണ്ട്. അപ്പോൾ I1 എന്താണെന്ന് കിട്ടി? I1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണെന്ന് കിട്ടിയടാ? 9/6 എന്ന് കിട്ടി അല്ലേ? സോ 9/6 എന്ന് പറയുമ്പോൾ ദിസ് ഈസ് അങ്ങനെയല്ലേ? അല്ല, അയ്യോ, ഇത് 6/6 എന്ന് കിട്ടില്ല. 1 എന്നല്ല കിട്ടുക. ഇത് എത്രയാണെന്ന് കിട്ടി? 1 എന്ന് കിട്ടി. ക്ലിയർ? അപ്പോൾ I1 എത്രയാണ്? 1 ആണ്. I1 1 ആംപിയർ ആണ്. അപ്പോൾ I2 എത്രയായിരിക്കും? സാർ ടോട്ടൽ 3 അല്ലേ? I1 1 ആണെങ്കിൽ I2 എന്ന് പറയുന്നത് 2 ആംപിയർ ആയിരിക്കും. ക്ലിയർ? അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ കാര്യം, ഇത് 1 ആംപിയർ, ഇവിടെ പോകുന്നത്
2 ആംപിയർ. ശരി, ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ഈ സർക്യൂട്ടിൽ തന്നെ ഞാൻ പറയാം. ഇതിൽ കൂടെ എന്ത് ചെയ്തു, ഇതിൽ കൂടെ പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് 1 ആംപിയർ ആണ്. ഇതിൽ കൂടെ പോകുന്നത് 2 ആംപിയർ ആണ്. ശരി, ഇനി നമുക്ക് ഇതാ ഈ ഒരു ഭാഗത്ത് ഈ ഒരു കഷ്ണം ഉണ്ടല്ലോ, ഈ ഒരു കഷ്ണത്തിന് ഞാൻ ഇങ്ങോട്ടേക്ക് വരയ്ക്കുകയാണ് കേട്ടോ. എന്നിട്ട് ശ്രദ്ധിക്കുക, R2 വരച്ചു 2 ohm ആണ്. ഇവിടെ VB എഴുതി, പിന്നെ ഇവിടെ ഒരു വയറായിട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. അവിടെ ഒന്നുമില്ല, ഫുള്ളി ചാർജ് ആകുമ്പോൾ ഇവിടെ ഒരു വയർ വരച്ചാൽ മതി. പിന്നെ എന്ത് ചെയ്തി, R4 വരച്ചു. R4 എത്രയാണ്, 2 ohm ആണ്. ക്ലിയർ? R2 R4 VB, പിന്നെ ഇത് VA. ക്ലിയർ? ഇതിൽ നിന്നാണ് നമ്മുടെ ആൻസർ വരാനായിട്ട് പോകുന്നത് കേട്ടോ, ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ എനിക്കൊരു കാര്യം അറിയാം. എന്താണ് സാർ അറിയുന്ന കാര്യം സാറിന്? ഇങ്ങോട്ടേക്ക് വരുന്ന കറണ്ട് എത്രയാണ്? ഇങ്ങോട്ടേക്ക് വരുന്ന കറണ്ട് 1 ആംപിയർ അല്ലേ? ഓർണോ? ഇവിടെ നിന്ന് 1 ആംപിയർ കറണ്ടാണ് വരിക. ഇതൊരു വയർ, ഇതിൽ കൂടെ കറണ്ട് ഒഴുകില്ല, ഇങ്ങോട്ടേക്കാണ് ആ 1 ആംപിയർ വരിക. ക്ലിയർ? ഓക്കെ, അതിനുശേഷം നോക്കടാ, ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ നിന്ന് 1 ആംപിയർ വരുന്നുണ്ട്, ഇങ്ങനെ ഇവിടെ നിന്ന് 2 ആംപിയർ വരുന്നുണ്ട് അല്ലേ? ഈ ജംഗ്ഷനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്ര വരിക? 3 ആംപിയർ ആയിരിക്കും. ശരിയല്ലേ? യെസ്. അതായത് ഇതിൽ കൂടെ പോകുന്നത് എത്രയായിരിക്കും? ഇത് 3 ആംപിയർ കറണ്ട് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യണം? KVL അപ്ലൈ ചെയ്യണം. ഇതറിയാൻ കുറച്ച് കോൺസെപ്റ്റുകളൊക്കെ അറിയണ്ട, കുറച്ച് തിയറി നിങ്ങൾക്ക് അറിയണം, എന്നാലാണ് ക്വസ്റ്റ്യനൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ശരി, ഇവിടെ നമുക്ക് KVL അപ്ലൈ ചെയ്യണം. KVL എങ്ങനെ അപ്ലൈ ചെയ്യുക? VB, അതായത് ഇതിൻ്റെ ഉള്ളിൽ എല്ലാ പൊട്ടൻഷ്യൽ ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടും അല്ലേ? അതായത് VB എന്ന് എഴുതി. ദെൻ അടുത്തത് എന്താടാ? നോക്ക്, കറണ്ട് 1 ആംപിയർ ഇങ്ങോട്ടേക്ക്, റെസിസ്റ്റൻസ് 2. അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് എത്രയായിരിക്കും? വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്, അതായത് 1 × 2. വോൾട്ടേജ് എത്രയാണ്? 2 എന്ന് കിട്ടി അല്ലേ? പക്ഷെ നമ്മൾ എന്തായിട്ട് എടുക്കണം? -2 ആയിട്ട് എടുക്കണം. ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. കറണ്ട് ഇങ്ങോട്ടേക്ക് നമ്മൾ വരണതും പാത്തും ഇങ്ങോട്ടേക്ക് രണ്ടും സെയിം ഡയറക്ഷൻ ആണെങ്കിൽ നമ്മൾ എന്തായിട്ട് എടുക്കണം? വോൾട്ടേജ് നെഗറ്റീവ് ആയിട്ട് എടുക്കണം. KVL ആണ്, നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഇനി ഇങ്ങോട്ടേക്ക് നോക്കി, ഇങ്ങോട്ടേക്ക് ഇവിടെ കറണ്ട് എത്രയാണ്? 3, റെസിസ്റ്റൻസ് 2. വോൾട്ടേജ് എത്രയായിരിക്കും അപ്പോൾ? കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് 6. ശരിയല്ലേ? പക്ഷെ നമ്മൾ സെയിം ഡയറക്ഷനിൽ ഇങ്ങോട്ടേക്ക് കറണ്ട് നമ്മൾ പോകണത് അങ്ങോട്ടേക്ക് നെഗറ്റീവായിട്ട് എടുക്കണം. ക്ലിയർ? അങ്ങനെ പോയി നമ്മൾ ഇവിടേക്ക് എത്തി. ഈ ഒരു ലൂപ്പിൽ നമ്മൾ എന്ത് ചെയ്തു? ഇവിടേക്ക് എത്തി. അവിടുത്തെ വോൾട്ടേജ് VA അല്ലേ? അതും നെഗറ്റീവായിട്ട് എടുക്കണം. ഇതെന്തുകൊണ്ടാണ് സാർ നെഗറ്റീവായിട്ട് എടുത്തത്? എടാ ശ്രദ്ധിക്കാം, നമ്മൾ ഹയർ പൊട്ടൻഷ്യലിൽ നിന്നാണ് വരുന്നത് അല്ലേ? യെസ് കറണ്ട് എവിടെ നിന്ന് ഒഴുകുക? ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്ക്. സോ നമ്മൾ വന്ന പോയിന്റ് ഹയർ പൊട്ടൻഷ്യലാണ്, അതാണ് പ്ലസ് എടുത്തത്. നമ്മൾ എത്തിച്ചേർന്ന പോയിന്റോ? കറണ്ട് എത്തിച്ചേർന്ന പോയിന്റ് എപ്പോഴും ലോവർ പൊട്ടൻഷ്യൽ അല്ലേ? സോ -VA = 0. ഇതിൽ നമുക്ക് VB - VA അല്ലേ സാർ കണ്ടുപിടിക്കേണ്ടത്? അതിൻ്റെ വാല്യൂ എത്രയാണ്? -8 ഇവിടെ വരും, അപ്പുറത്തേക്ക് പോകുമ്പോൾ 8. ഫിനിഷ്ഡ്. ക്ലിയർ? ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഒന്നും കൂടെ പോയിട്ട് ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, കോൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നൗ വി ഷാൽ ഗോ ഫോർ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ശ്രദ്ധിക്കാം. അപ്പോൾ ഇവിടെ ഇൻ ദ സർക്യൂട്ട് ഷോൺ ഇൻ ദ ഫിഗർ ദ ടോട്ടൽ ചാർജ് ഈസ് 750 മൈക്രോകൂളം. അപ്പോൾ ഇവിടെ ഒരു ബാറ്ററി ഉണ്ട്, കണ്ടോ? പാമ്പ് കുത്തിയ പോലെ 2 പാടുണ്ട്. ഇതൊരു ബാറ്ററിയാണ്. ഇതിൽ നിന്ന് വരുന്ന ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് എത്രയാണ്? ഈ സർക്യൂട്ടിൽ ടോട്ടൽ ചാർജ് 750 മൈക്രോകൂളം ആണ്. ആൻഡ് ദ വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ C2 ഈസ് 20 വോൾട്ട്. ഈ C2 എന്ന് പറയുന്ന കപ്പാസിറ്റർ ഉണ്ടോ, ഇതിന് അക്രോസുള്ള വോൾട്ടേജ് എത്രയാണ്? ഇതിന് അക്രോസുള്ള വോൾട്ടേജ് അത് എത്രയാണ്? 20 വോൾട്ടാണ്. ക്ലിയർ? ദെൻ ദ ചാർജ് ഓൺ കപ്പാസിറ്റർ C2 ഈസ്, അങ്ങനെയെങ്കിൽ C2ന് അക്രോസുള്ള ചാർജ്, അതായത് ഇതിൽ കൂടെ ഒഴുകുന്ന ചാർജാണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ? ഇത് നോക്ക്, ഇതിന് അക്രോസുള്ള വോൾട്ടേജ് 20 വോൾട്ട് ആണെങ്കിൽ ഇതിന് അക്രോസ് എത്രയായിരിക്കും? 20 വോൾട്ട് ആയിരിക്കും. എന്തുകൊണ്ടാണ് സാർ? പാരലൽ കണക്ഷൻ. യെസ് ഓർ നോ? പാരലൽ കണക്ഷനിൽ വോൾട്ടേജ് സെയിം ആയിരിക്കും അല്ലേ? അപ്പോൾ എനിക്ക് എന്ത് കിട്ടിയടാ? ഇവിടെ 20 വോൾട്ട്, ഇത് എത്ര കപ്പാസിറ്റർ? 8 മൈക്രോ ഫാരഡ് കപ്പാസിറ്റർ അല്ലേ? അപ്പോൾ കപ്പാസിറ്ററിൻ്റെ ഈ ഫോർമുല നിങ്ങൾക്ക് അറിയാം, സാർ Q = CV. അപ്പോൾ ഇവിടുത്തെ ചാർജ് എത്രയായിരിക്കും? ഈ കപ്പാസിറ്ററിലെ ചാർജ് എത്രയായിരിക്കും? ഇവിടുത്തെ പൊട്ടൻഷ്യൽ എത്ര? 20. കപ്പാസിറ്റൻസ് 8 × 20 ആയിരിക്കും അല്ലേ? അതായത് 160 ആയിരിക്കും. എന്ത്? 160 ആയിരിക്കും ഇവിടുത്തെ ചാർജ്. സാർ മൈക്രോ കൂളത്തിലാണ്. ശരി, ഓക്കെ, ഞാൻ ഓപ്ഷൻ മൈക്രോ കൂളത്തിലാണ്. അപ്പോൾ ഇതിൽ ഞാൻ എന്ത് ചെയ്തു? അങ്ങനെ തന്നെ എഴുതി, മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. ഓക്കെ, ചാർജ് നമുക്ക് എത്രയെന്ന് കിട്ടി? മൈക്രോ കൂളം, 160 മൈക്രോ കൂളം എന്ന് കിട്ടി. ക്ലിയർ? ശരി, അപ്പോൾ ഇവിടുത്തെ ചാർജ് എത്രയാണെന്ന് കിട്ടി? ഇതിൽ കൂടെ ഒഴുകുന്ന ചാർജ് 160 മൈക്രോ കൂളം. ശരി, ഇനി ഇങ്ങോട്ടേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്?
C2 ഇവിടുത്തെ ചാർജാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഇതിൽ ചാർജല്ലേ കണ്ടുപിടിക്കേണ്ടത്? ശരി, നിങ്ങളിങ്ങോട്ട് ശ്രദ്ധിക്കുക. ഇവിടെ നിന്ന് ആകെ എത്ര ചാർജ് വരുന്നുണ്ട്? 750 മൈക്രോ കൂളം ചാർജാണ് വരുന്നത്. അതിൽ 160 എന്ത് ചെയ്തു? ഇങ്ങോട്ടേക്ക് പോയി. 160 ഇയാളുടെ അടുത്തേക്ക് പോയി. ബാക്കി ഇവിടെ എത്ര വരും? ക്വസ്റ്റ്യൻ കഴിഞ്ഞടാ. 750 നിന്ന് മൈനസ് ചെയ്യുക 160. ബാക്കി എത്രയായിരിക്കും? 590 മൈക്രോ കൂളം. സാർ ഇത്രയേ ഉള്ളൂ. സാർ അപ്പോൾ ഈ കപ്പാസിറ്റൻസ് തന്നതോ? വെറുതെ തന്നാടാ. ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആണോ? ഇവിടുത്തെ ചാർജ് കിട്ടി. ടോട്ടൽ 750 ആണെങ്കിൽ ഇവിടുത്തെ എത്ര? 750 മൈനസ് 160 എത്രയായിരിക്കും? 590. ക്ലിയർ? നൗ വി ഷാൽ ഗോ ഫോർ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.